Nucleus Properties Close Encounter, brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KPA മജീദാണ് ക്ലോസ് എൻകൗണ്ടറിലെ അതിഥി. സ്വാഗതം ശ്രീ KPA മജീദ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ലീഗ് മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് ലീഗ് അവലോകനം ചെയ്തതായാണ് ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ട്. ശരിയാണോ? ഇല്ല, ഞങ്ങളുടെ അവലോകനം UDFന് ഭൂരിപക്ഷം കിട്ടും. ലീഗിന് കഴിഞ്ഞ തവണ കിട്ടിയതിലേറെ സീറ്റുകൾ കിട്ടും. അത് ഞങ്ങൾ വെറുതെ പറയാം, ഞങ്ങൾ ശരിയായ രീതിയിൽ ഓരോ നിയോജകമണ്ഡലങ്ങളും വെച്ചുള്ള കണക്കും കാര്യങ്ങളും അവിടുത്തെ പ്രചരണ രീതികളും അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം വെച്ചുകൊണ്ടാണ് ലീഗ് ആ നിഗമനത്തിലുള്ളത്. അത് കൂടുതൽ മെച്ചപ്പെട്ടു വരാമെന്നല്ലാതെ അതിൻ്റെ ഒരു പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമില്ല. സാധാരണഗതിയിൽ 5 വർഷം ഒരു മുന്നണി ഭരിച്ചാൽ അടുത്ത തവണ അടുത്ത മുന്നണി എന്നുള്ളതാണ് കേരളത്തിൻ്റെ പതിവ്. കുറേ നാളുകളായി അങ്ങനെയാണ്. ഇക്കുറി അങ്ങനെ ആകില്ല എന്ന് തോന്നണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണമല്ലോ. ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ 5 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം എത്ര സൃഷ്ടിച്ചിട്ടും അത് ജനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനം 5 വർഷത്തെ പ്രവർത്തനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള വികസന പരിപാടികൾ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കഠിനമായ പ്രയത്നം അതെല്ലാവരും എടുത്തു പറയുന്നതാണ്. വികസന രംഗത്ത് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ രംഗത്ത്, അത് ഗവൺമെൻറ് സാധാരണ കാരുണ്യ രംഗത്ത് അത്ര മുൻഗണന കൊടുക്കാറില്ല. കാരുണ്യ രംഗത്ത് വമ്പിച്ച മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഗവൺമെൻറ് സ്പർശിക്കാത്ത വിവിധ മേഖല സ്പർശിക്കുന്നു. മൂന്നാമതായിട്ട് അക്രമ രാഷ്ട്രീയത്തിനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം, അക്രമങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും കുറക്കാൻ വേണ്ടിയുള്ള അതിനെ നേരിടാനുള്ള ഗവൺമെൻറ് ഫലപ്രദമായ നടപടികൾ, ഈ 2-3 കാര്യം ജനങ്ങൾക്കിടയിൽ വളരെ പ്രസക്തമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ AK ആൻ്റണി, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്, തുടർച്ചയായ 3 ദിവസം പറഞ്ഞത് കേരളത്തിൽ UDF സുഖകരമായി വിജയിക്കുമെന്ന് ഞാൻ പറയില്ല, ഇനിയുള്ള ദിവസങ്ങളാണ് അതിനെ നിർണ്ണയിക്കുക, ഇപ്പോൾ ഇഞ്ചോടിഞ്ചാണ് എന്നാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവിന് പോലും അനായാസമാണ് ജയം എന്ന് തോന്നാത്ത ഒരു സാഹചര്യമല്ലേ? അതല്ല, ആൻ്റണിയുടെ ഒരു ശൈലി പറ്റി അറിയാലോ. ആൻ്റണി പറയുന്നത് ഈ പൊന്നക്കിട്ടുലക്കാണ്. അതുകൊണ്ട് ഇനിയുള്ള ആണ് ഭൂരിപക്ഷം തീരുമാനിക്കുക. അതിന് ഗവൺമെൻറ് വരികയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും എന്ന് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ സമാസമം നിൽക്കുന്നു, അതുകൊണ്ട് ഫലപ്രദമായി നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക, വാശിയോടുകൂടി മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് ആൻ്റണി നൽകുകയാണ്. അത് പത്രസമ്മേളനത്തിലാണ് പറയുന്നത്. അതെ, ആൻ്റണി സ്വകാര്യമായി പറയുന്ന ആളല്ല, ഉള്ള കാര്യങ്ങൾ നേരങ്ങ് പറയുന്ന ആളാണ്. അപ്പോൾ സമാസമമാണ് എന്ന് പറഞ്ഞാൽ UDFിൽ കൂടുതൽ വാശിയോടുകൂടി പ്രവർത്തനം നടക്കും. അതിനു വേണ്ടിയുള്ള സന്ദേശമാണ് എന്നല്ലാതെ UDFന് ഇപ്പോൾ ഒരു മെച്ചപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്നല്ല അത് അർത്ഥമാക്കും. അദ്ദേഹം UDF പ്രവർത്തകരോട് ഏറ്റവും ശക്തമായി പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ ഒരു കാരണവശാലും BJPയുടെ ഒരു നിയമസഭാ അംഗം ഉണ്ടാകരുത്, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും BJPക്ക് നിയമസഭയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകരുത് എന്ന് അദ്ദേഹം UDF പ്രവർത്തകരോട് പറയുകയാണ്. അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? അതായത് ഇതുവരെ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യ ശത്രു, പ്രധാന ഒപ്പനൻ്റ് എന്ന് പറയുന്നത് BJP ആണ്. BJPയും കോൺഗ്രസ് പാർട്ടിയുമാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത്. അതുകൊണ്ട് BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് UDFനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് കാര്യമായി ബാധിക്കുക. അതുകൊണ്ട് BJP വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒറ്റക്കെട്ടായ പരിശ്രമങ്ങളും തന്ത്രപരമായ നിലപാടെടുക്കണം എന്നുള്ളത് UDFനാണ്. അതെ, ആ തന്ത്രപരമായ നിലപാട് എന്താണ്? AK ആൻ്റണി പറയുന്നു മതേതര വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകരുത് എന്ന്. അതായത് BJP ജയിക്കും എന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ മതേതര വോട്ടുകളെല്ലാം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ചെയ്യണം എന്നല്ലേ അർത്ഥമാക്കുന്നത്? അതായത് ക്രോസ് വോട്ടിംഗ് എന്നല്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതേ സാഹചര്യം കേരളത്തുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെല്ലാം തന്നെയും കേരളത്തിലെ ജനങ്ങൾ ഈ BJP തള്ളി പറഞ്ഞിട്ടുണ്ട്. BJPക്ക് അനുകൂലിച്ചിട്ടില്ല, BJPക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ വെച്ചാൽ മതേതര വോട്ടുകൾ BJPക്കെതിരായി വരികയാണ്. മതേതര വോട്ടുകൾ BJPക്കെതിരാണെങ്കിൽ അവിടെ ജയിക്കാവുന്ന സ്ഥാനാർത്ഥി UDF ആണെങ്കിൽ ജനങ്ങൾ UDFൻ്റെ കൂടെ നിൽക്കും. അതാണ്
അതുകൊണ്ടാണ് BJP വരായിരിക്കുന്നത്. ആ രീതിയിലുള്ള ഏകീകരണം ജനങ്ങൾക്കിടയിൽ നടക്കുമെന്ന് അതിൻ്റെ അർത്ഥം. അല്ല, ആ ഏകീകരണം മനഃപൂർവ്വം ഉണ്ടാകുന്നതല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. നിയമം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ച LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് 50,000. രണ്ടാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥിയുടെ രാജഗോപാലിൻ്റെ വോട്ട് 43,000. UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടുന്നത് 20,000 വോട്ടാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരിക, അവിടെ LDFൻ്റെ വോട്ട് 31,000 കുറയുമ്പോൾ UDFൻ്റെ വോട്ട് 32,000 കൂടുന്നു. ആ ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ ലീഡ് 18,000 വോട്ടാണ്. ഈ ഇരു മുന്നണികളെക്കാളും 18,000 വോട്ട് അധികം രാജഗോപാലിന് കിട്ടുന്നു. ഇനി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുക, അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് 44,000 വോട്ടും BJP സ്ഥാനാർത്ഥിക്ക് 42,000 വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് 26,000 വോട്ടുമാണ് കിട്ടുക, അതായത് മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും എടുത്താൽ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് UDFൻ്റെയും LDFൻ്റെയും പ്രവർത്തകർ അവർക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ വോട്ടുകളും സമാഹരിച്ചാൽ BJPയുടെ സ്ഥാനാർത്ഥി നേമത്ത് നിന്ന് ജയിക്കും എന്നാണ്. അല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് ആദ്യത്തെ റൗണ്ടിലുണ്ടായിരുന്ന ഒരു മുന്നേറ്റമല്ല. നരേന്ദ്രമോദി വന്ന സമയത്തുണ്ടായിരുന്ന മുന്നേറ്റമോ ആളുകൾക്കുള്ളൊരു ആവേശമോ ഒരു സ്വീകാര്യതയോ ഇന്ന് BJPക്കില്ല. എന്ത് കഷ്ടപ്പെട്ടും BJPയെ നിയമസഭയിൽ എത്തിക്കുന്നത് തടയും എന്നുള്ള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ AK ആൻ്റണിയുടെ നിലപാട് ലീഗിനുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാതിരിക്കാൻ വേണ്ടി, അവർ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ഇപ്പോൾ മഞ്ചേശ്വരം എടുക്കുക, മഞ്ചേശ്വരം CPM എന്ന് പറഞ്ഞ ഇടതുപക്ഷ പാർട്ടി 3-ാം സ്ഥാനത്താണ്, കാസർഗോഡ് 3-ാം സ്ഥാനത്താണ്. ഞങ്ങളും BJP തമ്മിലാണ് പോരാട്ടം, അങ്ങനെ UDFും BJPയും തമ്മിൽ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന വോട്ടുകൾ കൂടി UDF സമാഹരിക്കുകയും, അതേസമയം നേമത്ത് അങ്ങനെയല്ല വസ്തുത. അവിടെ ഇടതുപക്ഷമാണ് UDFിനേക്കാൾ ശക്തം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില എങ്കിൽ അവിടെ UDFന് കിട്ടാവുന്ന വോട്ടുകൾ കൂടി LDFന് പോകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ BJP വരുന്ന ഇതിനെ സംബന്ധിച്ചുള്ളൊരു ഭവിഷ്യത്ത് ജനങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായും BJP വോട്ട് ലഭ്യമാവില്ല. BJPൻ്റെ വോട്ട് മറ്റു മുന്നണികൾക്ക് വരും. അല്ലാതെ UDFൻ്റെ വോട്ടുകൾ തമ്മിൽ ഒരു ക്രോസ് വോട്ടിംഗ് ഇല്ലെങ്കിൽ രഹസ്യമായ ബന്ധം, അതിൻ്റെ പ്രസക്തിയെ വരുന്നില്ല, ഒരു പ്രസക്തി വരുന്നില്ല. ജനങ്ങൾക്ക് BJP വരുന്ന താല്പര്യമുണ്ട്, അതിനനുസരിച്ച് റിസൾട്ടായിരിക്കും വരിക. ശരി, കേരളത്തിൽ കോലീബി സഖ്യമുണ്ട് എന്ന ആരോപണം കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് ഉന്നയിക്കുന്നു. കോഴിക്കോട് സൗത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ലീഗ് ഹൗസിൽ RSS നേതാക്കൾ വന്ന് ചർച്ച നടത്തി എന്ന ആരോപണം ഉന്നയിച്ചു. ഇതിനൊക്കെയുള്ള മറുപടി എന്താ? ഈ കോലീബി സഖ്യം വരാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഏത് തിരഞ്ഞെടുപ്പുണ്ടായാലും ആ തിരഞ്ഞെടുപ്പിലൊക്കെ ഇവരുപയോഗിക്കുന്ന തന്ത്രമാണ് കോലീബി സഖ്യം. എന്ത് തെളിവാണത്? ഇപ്പം മഞ്ചേശ്വരത്ത് ഞങ്ങളും BJP തമ്മിലുള്ള മത്സരം, കാസർഗോഡ് ഞങ്ങൾ BJP തമ്മിൽ, മാർക്സിസ്റ്റ് പാർട്ടിയും BJP തമ്മിലുള്ള മത്സരമുള്ള സ്ഥലം എവിടെയുള്ളത്? ഞങ്ങളും BJP തമ്മിൽ നേരിട്ട് മുട്ടുന്ന സ്ഥലങ്ങളാണുള്ളത്. പിന്നെ BJP കോലീബി എന്നൊക്കെ പറഞ്ഞതിൻ്റെ സംഗതി എന്താ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി, BJP വരുമെന്ന് ഭയപ്പെടുത്തി വോട്ട് തട്ടാനുള്ള പരിശ്രമമാണ് അവൾ നടത്തുന്നത്. അല്ല, അങ്ങനെ ഒരു പേടിയുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻപില്ലാത്തവണ്ണം ന്യൂനപക്ഷ വോട്ടുകൾ ഇടതു മുന്നണിക്ക് കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നാൽ ഒരു രാഷ്ട്രീയമായി കാണുന്ന തെരഞ്ഞെടുപ്പല്ല. ഇവരെല്ലാ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷങ്ങളെ പിടിക്കാൻ വേണ്ടി നടന്നോളും. മുമ്പ് സദ്ദാം ഹുസൈനെ കൊടുന്നു. ഇപ്പോൾ ഈ തദ്ദേശത്തിൽ ബീഫിൻ്റെ പ്രശ്നമാണ് പലയിടത്തും ഉന്നയിച്ചത്. ഇത്തവണ അവർ ഉന്നയിക്കുന്ന വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഉന്നയിക്കുന്ന പ്രശ്നമാണ് BJPയെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത്. ഇതവരെല്ലാ കാലഘട്ടങ്ങളിലും ഉപയോഗിക്കുന്ന പതിവ് പ്രചാരണ തന്ത്രമാണ്. അല്ല, മുൻ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള സഖ്യത്തിൻ്റെ മാതൃക കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. 91 ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മുൻ പശ്ചാത്തലം ഉള്ളത് കൊണ്ടുകൂടിയാണ് ഇത്തവണ BJP എന്ത് വില കൊടുത്തും കുറച്ച് സീറ്റുകളിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കുറച്ച് സീറ്റുകളിൽ അവരെ ജയിക്കാൻ സഹായിച്ചാൽ ബാക്കി എല്ലായിടത്തും UDFനെ സഹായിക്കാം എന്നൊരു എഗ്രിമെന്റ് അവർ ഉണ്ടാക്കിയതായി CPIM ആരോപിക്കുക സ്വാഭാവികം. ഞങ്ങൾ ആരോപിക്കുന്നത് വെച്ചാൽ CPM അടിയന്തര ശേഷം BJPയുമായിട്ട് ബന്ധമുണ്ടാക്കിയില്ലേ? KG മാരാർക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടില്ലേ? പിണറായി വിജയന് വേണ്ടി ഇവർ പ്രസംഗിച്ചിട്ടില്ലേ? അപ്പോൾ ബന്ധം ഞങ്ങൾക്ക് ഉന്നയിക്കാലോ. പക്ഷേ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയും ഒരു തന്ത്രവും മുസ്ലിം ലീഗ് പാർട്ടിയോ UDF സ്വീകരിക്കില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് BJPയാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ശത്രു BJPയാണ്. BJPയെ തകർക്കാൻ ഒരു ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ ബീഹാറിലെ തിരഞ്ഞെടുപ്പിൽ ഇവർ സഹകരിക്കേണ്ട ഇടതുപക്ഷം. കോൺഗ്രസ് BJPയുമായി രഹസ്യബാന്ധവം ഉണ്ടാക്കിയെന്ന ആരോപണം നേരത്തെ തന്നെ ഇടതുപക്ഷം ഉന്നയിച്ചിരുന്നു. ഉദാഹരണത്തിന് ഉദുമ എണ്ണുക്കൂ, K സുധാകരൻ അവിടെ മത്സരിക്കുന്നു. K സുധാകരനെ അവിടെ ലീഗിൻ്റെ പ്രവർത്തകർ കൈവെള്ളയിൽ എന്നതുപോലെ കൊണ്ടു നടക്കുകയാണ്. പക്ഷേ അവിടെ K സുധാകരൻ മഞ്ചേശ്വരത്തെ BJP സ്ഥാനാർത്ഥിയുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. കോൺഗ്രസിൻ്റെ വോട്ടുകൾ മഞ്ചേശ്വരത്തെ BJPക്കും
അതേസമയം BJPയുടെ വോട്ടുകൾ ഉദുമയിൽ സുധാകരനും കിട്ടും എന്നുള്ള തരത്തിലൊരു എഗ്രിമെൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പുറത്തു വരും? പരസ്യമായിട്ടാണ് എഗ്രിമെൻ്റ് ആക്കൽ? ഇല്ല. അതാ പറയുന്നത്, ഇത് CPM നടത്തുന്ന തന്ത്രമാണ്. ഉദമയിൽ ഇയാൾക്ക് ജയിക്കാൻ BJPയുമായി ധാരണത്തിൻ്റെ ആവശ്യമില്ല. അവിടെ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ട് എന്നാണ് ജയിക്കുന്ന സ്ഥലമാണ് ഉദമ ജനാധിപത്യ മുന്നണിയുടെ സീറ്റാണ്. ഇപ്പോഴും കണ്ടോളൂ, നല്ല സ്ഥാനാർത്ഥി വിട്ടുണ്ടെങ്കിൽ പൊതുസമുദായ സ്ഥാനാർത്ഥി കിട്ടിയാൽ ജയിക്കാവുന്ന സീറ്റാണ് ഉദമ. ഞങ്ങൾ മത്സരിക്കാത്ത വെച്ചാൽ ഞങ്ങൾക്ക് 2 സീറ്റ് മത്സരിക്കണം, ഇല്ലെങ്കിൽ ഉദമയും കൂടി ഞങ്ങൾ വാങ്ങും. ഉദമ ജയിക്കാവുന്ന സീറ്റാണ്. ഉദമയെ ജയിക്കാൻ BJPയുമായി ഒരു ധാരണത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അങ്ങനെ ധാരണയുള്ളത് പരസ്യമായിട്ട് പറഞ്ഞ് ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ? കോൺഗ്രസുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ മലപ്പുറം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സംവിധാനത്തെ ആകെ ബാധിച്ചിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ടല്ലോ. അവിടെ കോൺഗ്രസുമായി മുൻപ് ബന്ധപ്പെട്ടിരുന്ന ആളുകളെ പലയിടങ്ങളിലും CPIM സ്വതന്ത്രരായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മുന്നണിയിലെ ഐക്യമില്ലായ്മ മലപ്പുറത്ത് നിങ്ങൾക്ക് വിനയാകാനുള്ള എല്ലാ സാധ്യതയുമില്ലേ? മലപ്പുറത്തെ പറ്റി അറിയണമെന്ന്, മലപ്പുറം എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിലുള്ള ഈ പടലപ്പിണക്കങ്ങൾ ഇന്നും ഇന്നലെ ഉള്ളതല്ല, എല്ലാ കാലത്തുള്ളതാണ്. എല്ലാ കാലത്തും ഈ പടലപ്പിണക്കം ഉണ്ടായാലും നിയമസഭ വന്നാൽ, അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നാൽ മുന്നണിയായിട്ട് പോകും. ഇത്തവണ AP സുന്നി വിഭാഗം സ്വീകരിക്കുന്ന നിലപാട് പലയിടത്തും ഇടതുമുന്നണിക്ക് അനുകൂലമാണല്ലോ. മണ്ണാർക്കാട് അവർ പരസ്യമായ നിലപാട് സ്വീകരിച്ചു. N. ഷംസുദ്ദീനെ തോൽപ്പിച്ചേ പറ്റൂ എന്നുള്ള നിലപാട് പരസ്യമായി സ്വീകരിച്ചു. മറ്റു പല മണ്ഡലങ്ങളിലും താഴെത്തട്ടിൽ ആ നിലയ്ക്കുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. സത്യമല്ലേ? അല്ല, ഉണ്ട്. അതെന്തായാലും അത്ഭുതമുള്ളത്. ഓരോ സംഘടനക്കും അവർക്ക് സ്വന്തമായ നിലപാട് സ്വീകരിക്കാം, അതിനനുസരിച്ച് അവർ വോട്ട് രേഖപ്പെടുത്താം. അതൊന്നും ലീഗിനൊരു എതിർക്കേണ്ട കാര്യമില്ല. അതുപോലെ സംഘടനകൾ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ ശരിയായിരുന്നുവോ, അതിൻ്റെ പ്രതിഫലനം ഉണ്ടോ എന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, അത് ലീഗിനോടുള്ള അമർഷത്തിൻ്റെ, മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു വിഭാഗം സംഘടിതമായി ഇത്തവണ ലീഗിന് വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായി അതിന് തിരിച്ചടി പ്രതീക്ഷിക്കണമല്ലോ. ഇത് ഒരു കാലത്ത് മാത്രമല്ല, സാധാരണഗതിയിൽ മുസ്ലിം സമുദായത്തിലെ വ്യത്യസ്ത സംഘടനകൾ ഇതുപോലുള്ള തീരുമാനങ്ങളും നിലപാടെടുത്തിട്ടുണ്ട്. അത് പുതുമുള്ള കാര്യമല്ലല്ലോ. അതിൻ്റെ വരും വരായികൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പറയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കാന്തപുരം വിഭാഗത്തിന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഉണ്ട്. അല്ല, അതിനെപ്പറ്റി ഇപ്പോൾ പ്രതികരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റ് സംഘടനകൾ ലീഗിൽ വലിയ തോതിൽ സമസ്തയുടെ പിടിമുറുക്കത്തിൽ അസ്വസ്ഥരാണ്. ഷബാബിൽ KNMൻ്റെ ഷബാബിൽ കഴിഞ്ഞ ദിവസം വന്ന ലേഖനത്തിൽ ഞങ്ങൾ അങ്ങനെയാണ് എങ്കിൽ നിലപാട് കർക്കശമാക്കാൻ ആലോചിക്കുന്നു എന്നതിൻ്റെ സൂചന വരുന്നുണ്ട്. അങ്ങനെ മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനയുടെ മാത്രം പിടിയിൽ അമരുകയാണോ മുസ്ലിം ലീഗ്? ആ ലേഖനത്തെ സംബന്ധിച്ച് ആ സംഘടനയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം വരികയും അത് ശരിയല്ലെന്നുള്ള രീതിയിൽ അവർ തന്നെ വേറൊരു ലേഖനം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ക്ലിയർ ആക്കിയിട്ടുണ്ട്, അവർ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിഭാഗം മുസ്ലിം സംഘടനകളുടെയും ഒരു ഏകോപിച്ച പൊതുവേദിയാണ്, പൊതുപ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വേദിയാണ്. അതുകൊണ്ട് ലീഗ് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ B ടീമാണെന്നോ ഇല്ലെങ്കിൽ പോഷകമാണോ എന്നാരെങ്കിലും പറഞ്ഞാൽ പോലും അത് ശരിയില്ല. അത് ഇവർക്ക് എല്ലാവർക്കും ബോധ്യമാണ്. അത് വളരെ ക്ലാരിറ്റി അവരെ സംഘടനകത്ത് തന്നെ നടത്തിയിട്ടുണ്ട്. അല്ല, അതൊരു സംഘടന എന്നുള്ള നിലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലീഗിൽ പിടിമുറുക്കുന്നു എന്നതിനപ്പുറത്ത് അവരുടെ നവയാഥാസ്ഥിതിക നിലപാടുകൾക്ക് വല്ലാത്ത തരത്തിൽ മുസ്ലിം ലീഗ് വഴങ്ങേണ്ടി വരുന്നു. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഫൈനൽ സേ എന്നുള്ളത് സമസ്തക്കാണെന്ന് വരുന്നു എന്നുണ്ടോ? അല്ല, അത് അങ്ങനെ ആശയം ഉന്നയിക്കണമെങ്കിൽ അതിന് തെളിവുകൾ വേണ്ടേ? ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പറ്റി നോക്ക്, ഇല്ലേ ലീഗ് എടുക്കുന്ന തീരുമാനം നോക്കി. അതൊക്കെ ലീഗിൻ്റെ കമ്മിറ്റി ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ലീഗിൻ്റെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം 6 or 7 തവണ യോഗം ചേർന്നു. അങ്ങനത്തെ തീരുമാനമാണ്. അതിലാരെയും സ്വാധീനിക്കുന്ന പ്രശ്നമില്ല. സ്വാധീനിക്കുന്ന ലിസ്റ്റ് നോക്കി അറിയില്ലേ ഓരോരുത്തരെയും നിലപാടുകൾ. 24 സ്ഥാനാർത്ഥികളുണ്ട്, ഒരൊറ്റ വനിത പോലും ഇല്ലല്ലോ. വനിത ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറഞ്ഞ സീറ്റുള്ളൂ. 24 സീറ്റുണ്ട്. അതെ, 24 സീറ്റുള്ളൂ. ഞങ്ങളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിജയസാധ്യത നോക്കുകയാണ്. അതെ, മുസ്ലിം ലീഗിൽ വിജയസാധ്യതയുള്ള ഒരു വനിതയും ഇല്ല എന്നാണ്. ഇല്ല, ഇതാ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു മത്സരത്തിന് പോകുമ്പോൾ ഞങ്ങൾ വിജയസാധ്യത നോക്കുകയാണ്. അതിൽ വനിതെന്നോ മറ്റു വിഭാഗമെന്നോ ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങൾ വിജയസാധ്യത നോക്കുന്നു. ആ വിജയസാധ്യത നോക്കുമ്പോഴും കുറഞ്ഞ സീറ്റുകളായതുകൊണ്ട് ഇത്തവണ വനിതകൾ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് ഞങ്ങളെ പാർട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ വനിതകൾക്കാണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തുള്ളത്. നമ്മൾ ഓരോ ബോർഡ് കോർപ്പറേഷനിൽ ഇരിക്കാൻ മാത്രമുള്ളവരാണോ സ്ത്രീകൾ? അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലും ഇല്ലാത്ത സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ടുവന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വെച്ച് ഞങ്ങളാണ്. പറയട്ടെ, വനിതാ സംവരണമില്ലാത്ത സീറ്റുകൾ പോലും മത്സരിച്ചിട്ട് പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുന്ന ഞങ്ങളാണ്. പക്ഷെ നിയമസഭയിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നില്ല. നിയമസഭ ഞങ്ങൾ മാത്രമാണ്, മറ്റു പാർട്ടികൾക്കുണ്ടോ?
കേരള കോൺഗ്രസ് ഉണ്ടോ? കേരള കോൺഗ്രസിന് ഇല്ല സംബന്ധിച്ചു. അതാണ്. അപ്പൊ കേരള കോൺഗ്രസ് ആണെങ്കിൽ ഇന്ന് കേരള കോൺഗ്രസിന് 15 സീറ്റേ ഉള്ളൂ. അതായത് 24 സീറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മുന്നോക്കമായി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു സംഘടന അങ്ങനെയുള്ള പറയുന്നത് അവർക്കില്ലല്ലോ. അല്ല മറ്റു അതാണ് ഓരോ പാർട്ടികൾക്കും ഇപ്പം വേണ്ട CPM എടുക്കുക, ഇല്ലെങ്കിൽ മറ്റു പാർട്ടി എടുക്കുക. അവർ സ്ത്രീകൾ കൊടുക്കുന്ന സീറ്റിന് സ്ഥിതി 18 സീറ്റുണ്ട്. അവർക്ക് ആ സീറ്റിന് സ്ഥിതി എന്താ? ജയിക്കാവുന്ന സീറ്റാണോ? കഴിഞ്ഞ തവണ 7 MLA ഇടതുപക്ഷത്തു നിന്നുണ്ടായിരുന്നു. UDF നിന്ന് ഒരാളെ ഞാനതാ പറയുന്നത്, അവർക്ക് കൊടുക്കുന്ന സീറ്റിന്റെ വിജയസാധ്യത പരിശോധിക്കണം. ഒരിക്കലും ജയിക്കില്ല എന്ന് കാണുന്ന സ്ഥലത്ത് വനിത കൊടുത്ത പാർട്ടികളാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ എങ്ങനെ 7 MLA വനിതകൾ ഇത്തവണ പ്രതിപക്ഷ നിലയിലുണ്ടാവും? UDFന്റെ ഭാഗത്ത് നിന്ന് ഭരണകക്ഷി ജയിച്ച കക്ഷിയിൽ നിന്ന് ഒരൊറ്റ വനിതാ MLA ഉള്ളൂ എന്ന് ഓർക്കണം. ഇത്തവണ ജയിച്ചു വന്നിട്ട് നമുക്ക് പറയാം ആരൊക്കെ വരുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചു, UDFന് നല്ല പ്രാതിനിധ്യം ഉണ്ടാവും. മുസ്ലിം സമുദായത്തിനകത്ത് വനിതകളുടെ വലിയ മുന്നേറ്റം എല്ലാ രംഗത്തും, ആതുര സേവന രംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത്, എഞ്ചിനീയറിംഗ് രംഗത്ത്, ബിസിനസ് രംഗത്ത് എല്ലാ ഇടങ്ങളിലും ഉണ്ട്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഈ മുന്നേറ്റം രാഷ്ട്രീയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ മുന്നേറ്റങ്ങൾ ഉണ്ടായതാ. നിയമസഭയിൽ നിങ്ങൾ നിയമസഭ മാത്രം വെച്ചാ പറയുന്നത്. ഞാൻ പറഞ്ഞ പൊതുവായിട്ടുള്ള അവരുടെ മുന്നേറ്റമാണ്. ആ പൊതുവായ മുന്നേറ്റം ശാക്തീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികം അങ്ങനെ ഉണ്ടാവും. അല്ലാതെ പെട്ടെന്ന് ഒരു പാർട്ടി മുഴുവൻ വനിതകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇതിനൊക്കെ ഓരോ സാധ്യതകളും സാഹചര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാവ് മത്സരിച്ചതാണ്. അതെ, അതിനുശേഷം പിന്നെ ഒരു വനിതയ്ക്ക് ഞാൻ പറഞ്ഞത് കഴിവില്ലാതിട്ടാണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് കഴിവുള്ളവർ നോക്കിയാൽ നമ്മളുണ്ടാവും. പക്ഷേ നമുക്ക് മത്സരിക്കുന്ന ചില സീറ്റുകൾ കാര്യമുണ്ട്. അതുകൊണ്ട് വെച്ചുകൾ തീരുമാനിക്കുക. അല്ലാതെ മറ്റു പാർട്ടിമാർ ഓരോ പാർട്ടികളും ജാതി തിരിച്ച് തിരിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല ലീഗിൻ്റെത് വിജയസാധ്യത നോക്കിയിരിക്കും. അതുകൊണ്ട് വനിതകളെ നിർത്തിയാൽ ഗുണകരാണെങ്കിൽ വനിതകൾ നിർത്തും എന്നാണ്. അല്ലാതെ വനിതകളെ തൊട്ടുകൂടാ വരില്ല എന്നുള്ള തീരുമാനം ലീഗിന് അല്ല. ഈ രാജ്യത്ത് മുസ്ലിം സമുദായം ഏറ്റവും പുരോഗതി പ്രാപിച്ച സംസ്ഥാനമാണ് കേരളം. ആ പുരോഗതി വനിതകളുടെ എല്ലാ രംഗത്തെയും മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. എന്നിരിക്കലും നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഒരൊറ്റ അവസരം നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറാകാത്തത് ഈ സമസ്തയുടെ നവയാഥാസ്ഥിതികത്തിനകത്ത് പാർട്ടി ശ്വാസം മുട്ടുന്നത് കൊണ്ടാണെന്നാണ് മറ്റ് സംഘടനകളുടെയും ആക്ഷേപം. അതങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ നിങ്ങൾ പറയുന്ന സമസ്ത തന്നെ വനിതകൾക്ക് സംഘടന ഉണ്ടാക്കാൻ പോവാണ്. വനിതകൾക്ക് കോളേജുകൾ ഉണ്ടാക്കുകയാണ്. നിങ്ങളെ ധാരണത്തിൻ്റെ പിശകാണ്. സമസ്ത എന്ന് പറയുന്നത് വനിതകളുടെ മുന്നേറ്റത്തിന് വേണ്ടി കാര്യമായ സംഗതികൾ ചെയ്തു വരികയാണ്. ഇപ്പോൾ അവർ കോളേജുകൾ നടത്തുന്നു. ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്ത കോളേജ് വനിതാ കോളേജ് അവർക്ക് വേണ്ടിയുള്ളതാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഇത്തവണ തീരുമാനമെടുക്കുകയാണ്. ഞങ്ങൾക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് പാർട്ടി കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കും വോട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനമെടുത്താൽ മുസ്ലിം ലീഗ് ബാക്കിയുണ്ടാകുമോ? ഞാൻ ചോദിട്ടെ, അങ്ങനത്തെ ഒരു സംഘടനയില്ല നമ്മളതൊന്നും. മനസ്സിലാക്കണം. അവർക്ക് ഇതൊക്കെ പൂർണ്ണമായ ബോധ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം കുടുംബയോഗങ്ങൾ വനിതായോഗം നടക്കുന്നത് നമ്മുടെ മണ്ഡലങ്ങളിലാണ്. ഓരോ മണ്ഡലത്തിലും 100-120 കുടുംബയോഗങ്ങൾ ഇപ്പോൾ തോന്നുന്നു. എല്ലാം വനിതകളാണ് ചെയ്യണത്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. PK ഫിറോസ് ലീഗിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഈ നിയമസഭാ സീറ്റിലേക്ക് കുന്നമംഗലത്ത് നിന്ന് ലീഗ് മത്സരിച്ച സീറ്റാണല്ലോ. ഫിറോസിനെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. മത്സരിപ്പിക്കുമെന്ന് എല്ലാവരും കരുതി. മത്സരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെ വരുന്ന ഉത്തരം ചില വിഷയങ്ങൾ, വിവാഹപ്രായമടക്കമുള്ള വിഷയങ്ങളിൽ പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഫിറോസിനെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ വനിതകൾക്ക് സ്ഥാനമില്ല, പുരോഗമനപരമായ നിലപാട് ഏതെങ്കിലും വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കും ലീഗിൽ സ്ഥാനമില്ല എന്നുള്ളതല്ല ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചെങ്കിൽ ലീഗ് ഒരാളെ എങ്ങനെ മത്സരിപ്പിക്കേണ്ട തീരുമാനിക്കണം ലീഗാണ്. പുറത്ത് കേൾക്കുന്നത് വെച്ചിട്ട് ഒരു ഡിസ്കഷൻ പോകാൻ പറ്റില്ല. ഒരു ന്യൂസ് റൂമിൽ ഇരുന്ന് പറയുന്ന കാര്യമല്ല, പച്ചയായ പരമാർത്ഥം പുറത്താണ്. അത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ എന്തോ കെട്ടുകഥകൾ വെച്ചിട്ട് പറയണം. ഫിറോസ് എന്ന് പറഞ്ഞ ആൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരികയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. ഞങ്ങൾ തീരുമാനിക്കുക, എല്ലാവരും വഴി നിന്ന് തീരുമാനിക്കുന്ന ബോഡിയുടെ ഒരാളാണ്. അയാൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട് അയാളെ പുറത്തു പോകുന്നു എന്നൊരു പ്രചരണം ഉണ്ടാക്കുന്നത് തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇവരെടുത്തിട്ടുള്ള നിലപാടുകൾ, PK ഫിറോസ് എടുത്തിട്ടുള്ള നിലപാട് വിവാഹപ്രായ വിഷയം വന്നപ്പോൾ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം, എനിക്കുണ്ടല്ലോ ചില അഭിപ്രായ വ്യത്യാസം. വോക്കലാവുന്നത് ആരാണ് എന്നുള്ളതാണ്. അല്ല, അതുകൊണ്ടാണ് സീറ്റ് കൊടുക്കാത്തതല്ലേ നിങ്ങൾ പറഞ്ഞത്. അല്ല, യാഥാസ്ഥിതിക മനോഭാവം നിങ്ങൾ പറയുന്നത് നിലപാടെടുത്ത് ഫൈറ്റ് ചെയ്യുന്ന. അതെ, അതുകൊണ്ട് സീറ്റ് കൊടുത്തില്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ പറയുന്നത് സ്വീകരിക്കണോ, നിങ്ങൾ പറയുന്നത് സ്വീകരിക്കണോ ജനങ്ങൾ? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റും ഒരാളാണ്. അദ്ദേഹം സമസ്തയുടെ മുഷാവറ അംഗവുമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് താങ്കൾ അവകാശപ്പെടുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയം ആ പ്രത്യേക സംഘടനയുടെ നയത്തിന് കീഴിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഇതിന് മുമ്പും അങ്ങനെ ആയിരുന്നില്ല. ബാഫി തങ്ങൾ അങ്ങനെയായിരുന്നു, പൂക്കുവ തങ്ങളായിരുന്നു, ഷിയാബ് തങ്ങളായിരുന്നു, ഐദർ ഷിയാബ് തങ്ങൾ. എന്നിട്ട് ബാധിച്ചില്ലല്ലോ, ഈ പ്രശ്നങ്ങൾ വന്നിട്ടില്ലല്ലോ.
അത് രണ്ടും രണ്ട്. അത് മതപരമായ വേദികളിൽ മതപരമായ കാര്യങ്ങൾ അവർ തീരുമാനിക്കും. പൊളിറ്റിക്കലായ കാര്യങ്ങൾ ഞങ്ങൾ പൊളിറ്റിക്കലായി ചർച്ച ചെയ്യും. അങ്ങനെയാണ്. അതാണ് ലീഗിൻ്റെ കഴിഞ്ഞ കാല പാരമ്പര്യങ്ങൾ. ഉൽപ്പതിഷ്ടുക്കളായിട്ട് ആളുകൾ പാർട്ടി ലീഡർഷിപ്പിലില്ലേ? ഉണ്ട്. ആ ലീഡർഷിപ്പിൻ്റെ അനുസരിച്ച് അവർക്ക് ചില അഭിപ്രായങ്ങളില്ലേ? അത് പാർട്ടിയെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കില്ലല്ലോ. അതാണ് അതിൻ്റെ സംഗതി. CH മുഹമ്മദ് കോയ വലിയ ഉൽപ്പതിഷ്ഠമായിരുന്നില്ലേ? അതിനെ സ്വാധീനിക്കാറുണ്ടോ? CD സാഹിബ് അതിലേറെ വലിയ പുരോഗമന ചിന്താഗതിയിലാണ്. തീരുമാനത്തെ ബാധിക്കുമോ? അത് ഓരോരുത്തർക്കും ഓരോ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. മതപരമായ രംഗത്ത് അവരുടേതായിട്ട് അഭിപ്രായങ്ങളും മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കും, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് മനസ്സിലാക്കുക. ഇത് രണ്ടും പാടെ കൂട്ടിക്കൊഴിച്ചാലാണ് ഈ പ്രശ്നം വരുന്നത്. രണ്ടും കൂട്ടിക്കൊഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഉൽപ്പതിഷ്ണുക്കൾക്കുള്ള സ്പേസ്, പാർട്ടിയിലുള്ള സ്പേസ് കുറയുന്നുണ്ടോ? എവിടെ കുറയുന്നുണ്ടോ? കുറയുന്നില്ല. ഞങ്ങളുടെ ഓപ്പൺ മെമ്പർഷിപ്പ് അല്ലേ? ഞങ്ങളുടെ മെമ്പർഷിപ്പ് പറഞ്ഞാൽ ഓപ്പൺ മെമ്പർഷിപ്പാണ്. എത്രയോ ആളുകളുണ്ട്. അവർക്ക് ഓപ്പൺ മെമ്പർഷിപ്പ് വെച്ച് തിരഞ്ഞെടുപ്പിത്ത് ആളുകൾ വരികയാണ്. ഒക്കെ ഇലക്ഷനാണ്. ഒക്കെ ഒന്നും നോമിനേഷൻ പരിപാടിയല്ല. ഒക്കെ ഇലക്ടഡ് മെമ്പർമാരായിട്ട് വരികയാണ്. ലീഗിൽ ഉള്ള ഒരു ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ പാർട്ടിയുടെ പ്രവർത്തക സമിതി പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന് അനുസൃതമായ ഒരു തീരുമാനം പാണക്കാട് നിന്നുണ്ടാകുന്നു. അത് പാർട്ടിയുടെ അന്തിമ തീരുമാനമാകുന്നു എന്നുള്ളതാണല്ലോ വെയ്പ്പ്. ഏറ്റവും ഒടുവിൽ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച തീരുമാനത്തിൽ പോലും പക്ഷേ അങ്ങനെയാണോ ഉണ്ടായത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. പാർട്ടി പ്രവർത്തക സമിതിയുടെ സമിതിയുടെ അഭിപ്രായങ്ങൾ, അതുപോലെ ഓരോ ഘടകങ്ങളുടെ അഭിപ്രായം, ഇതെല്ലാം തേടി അവസാനം തീരുമാനിക്കുകയാണ് പാർട്ടി. ആ തീരുമാനം എല്ലാവർക്കും യോജിച്ചു കൊള്ളണമെന്നില്ല. പ്രവർത്തക സമിതി ഒരു പൊതുവികാരം പ്രതിഫലിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു അഭിപ്രായം രൂപീകരിക്കുന്നു. പക്ഷേ അതേ അഭിപ്രായം ശരിവെക്കുന്ന വിധത്തിലല്ലല്ലോ അന്തിമ തീരുമാനം ഉണ്ടായത്. തങ്ങൾ അധികാരപ്പെടുത്തുന്നത് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനം ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തങ്ങൾ അധികാരപ്പെടുത്തണമല്ലോ. അതാണ് നിങ്ങൾ ജനാധിപത്യ മനസ്സിലാക്കണം. ഒരു കമ്മിറ്റി തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ തങ്ങൾ അധികാരപ്പെടുത്തണം. തങ്ങൾ അധികാരപ്പെടുത്തുന്നത് ഇതിൻ്റെ നാനാവശങ്ങളും എല്ലാവരുമായി ചോദിച്ച് അന്വേഷിച്ച് ഏതാണ് ഗുണകരം. അല്ല, അങ്ങനെ കമ്മിറ്റിക്ക് പ്രസക്തി ഉണ്ടോ എന്ന അതാണ് മനസ്സിലാക്കുന്നത്. കമ്മിറ്റിക്ക് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ്? എല്ലാ മണ്ഡലങ്ങളോടും പഞ്ചായത്തുകളോടും അന്വേഷിച്ചിട്ട് ഏതാണ് ഗുണമെന്ന് നോക്കി എടുക്കുന്ന തീരുമാനങ്ങളാണ്. മുഹമ്മദ് അലി തങ്ങളുടെ മകൻ തന്നെ ഫേസ്ബുക്കിൽ മുൻപ് ഒരു മുതലാളിക്ക് സീറ്റ് കൊടുത്തതിൽ എൻ്റെ പിതാവ് വല്ലാതെ വേദനിച്ചതായി എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അദ്ദേഹം ഒരു ദിവസം പറയുന്നു. ഞാനതാണ് ലീഗിനെ പറ്റി നിങ്ങൾക്ക് പറയില്ലാറാണ്. ലീഗിൽ തീരുമാനം എടുക്കുന്ന മുമ്പ് നല്ല ചർച്ച ഉണ്ടാവും, തുറന്ന ചർച്ച ഉണ്ടാവും, നല്ല വിമർശനം. മറ്റു പാർട്ടികളെ പോലെ ഇത് പുറത്ത് പത്രത്തിൽ വരുന്നില്ല എന്നുള്ളൂ. ഞങ്ങളുടെ പാർട്ടിക്ക് അകത്താണ് ഡിസ്കഷൻ. മറ്റു പാർട്ടികൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തല്ല ഡിസ്കഷൻ, പുറത്താണ്. അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായമില്ലേ? ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനേകം വ്യക്തികൾ കൂടിയിട്ടുള്ള സഭയിൽ വ്യത്യസ്ത അഭിപ്രായം വരില്ല. ലൈംഗികളുടെ അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അതിൽ ഭൂരിപക്ഷ അഭിപ്രായമാണ് തീരുമാനമായി വരുന്നതെങ്കിൽ അത് ജനാധിപത്യമാണ്. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം താങ്കൾ രാജ്യസഭയിലേക്ക് പോകണം എന്നായിട്ടും തങ്ങളുടെ തീരുമാനം അബ്ദുൽ വഹാബ് രാജ്യസഭയിലേക്ക് പോകണമെന്നാണ്. അതെങ്ങനെയാണ് ജനാധിപത്യം? അതാണ് നിങ്ങൾ ജനാധിപത്യ ഏകാധിപത്യക്കാരന് വീക്ഷണകോണം അങ്ങനെയാണ്. ഞങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ ഘടകങ്ങളുമായി ഒരു തീരുമാനത്തിന് മുമ്പ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും, രൂക്ഷമായ അഭിപ്രായങ്ങൾ വരും, വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ വരും, വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉചിതമായ തീരുമാനം. ഇപ്പോൾ എല്ലാവരും പാടെ കൂടി ഭൂരിപക്ഷ ആൾക്കാർ ഒരു സംഗതി തെറ്റായ ഒരു കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ നോക്കുക. അങ്ങനെ ഭൂരിപക്ഷം ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരു തെറ്റായ സംഗതിയിലേക്ക് പോയിച്ചെങ്കിൽ അത് അംഗീകരിക്കാൻ ജനാധിപത്യം എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും. വളരെ നന്ദി. താങ്ക് യു.